വെറും 3 ചേരുവകൾ കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ. ഒരു ഗ്ലാസ് പാല് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പാല് നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ എന്ന് വെച്ചാൽ 3/4 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കണേ. ഇപ്പോൾ ഏകദേശം നല്ലോണം ആയിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ചൂട് തന്നതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 2-3 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കണേ. അതിനുശേഷം ഇതുപോലെയാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡലാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. ഫ്ലെയിമൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെയാണ് ആയി കിട്ടേണ്ടത്. നമുക്ക് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 3 ചേരുവ കൊണ്ട് അടിപൊളി ചായക്കടി റെഡിയായി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.